പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. രണ്ടാം ക്ലാസ്സിന്റെ കിതാബുൽ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം ഇസ്ലാം കാര്യങ്ങൾ. നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. ആ 5 ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ ഓർഡറിൽ ഇവിടെ പഠിക്കുകയാണ്. അത് ഓർഡറിൽ തന്നെ പഠിക്കണം. എക്സാമിന് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏത് എന്ന് ചോദ്യം വരും. അപ്പൊ അത് മനസ്സിലാക്കാം. 1. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. 2. 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക. 3. സക്കാത്ത് കൊടുക്കുക. 4. റമളാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. 5. ഹജ്ജ് ചെയ്യുക. ഇതാണ് ഇസ്ലാം കാര്യങ്ങള്. മനസ്സിലാക്കാം. ഇനി അടുത്തതാ 2 ഷഹാദത്ത് കലിമ കൊടുത്തിട്ടുണ്ട്. നമ്മള് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. അതാണ് ഇസ്ലാം കാര്യത്തിൽ 1 പറഞ്ഞത്. ആ 2 ഷഹാദത്ത് കലിമയാണ് നമുക്കിവിടെ കൊടുത്തത്. 2 ഷഹാദത്ത് കലിമ അർത്ഥസഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. 1. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. രണ്ടാമത്തതോ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. ഇതാണ് ഷഹാദത്ത് കലിമ 2. അപ്പോ രണ്ടും എഴുതാനും പഠിക്കുക, അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യാം. നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനേ, ഓർഡർ തെറ്റിച്ചിട്ട് തരും, ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കാനേ നമുക്ക് എക്സാമിന് വരും. മനസ്സിലാക്കണേ. ഇനി നമുക്ക് ഇതിന്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തില് നമുക്ക് ക്രമത്തിൽ നമ്പർ ഇടാനാണ്. നമുക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർഡറിലല്ലാതെ തന്നിട്ടുണ്ട്. അവിടെ അല്ലാ ഇലാഹ, അല്ലാഹു, അഷ്ഹദു, ഇല്ല എന്നാണ് തന്നത്. അപ്പൊ അത് നമുക്ക് ഓർഡറിൽ കൊടുക്കണം. എങ്ങനെ? ആദ്യം 1 എന്ന് അഷ്ഹദുവിന്റെ അവിടെ നമുക്ക് നമ്പർ ഇടാം. 2 അഷ്ഹദു അല്ലാ ഇലാഹ. അപ്പൊ 2 അല്ലാ ഇലാഹ. 3 ഇല്ല, ഇല്ല എന്നത്. 4 അല്ലാ, ഇല്ല അല്ലാ എന്നതില്ല അല്ലാ. അടുത്ത ഇനി ഇസ്ലാം കാര്യങ്ങൾ 5 നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് ഇവിടെ തന്നത്. അതിനാണ് നമ്മൾ നമ്പർ ഇടേണ്ടത്. അപ്പൊ ഒന്നാമത്തത് എന്തായിരുന്നു? 1 ഷഹാദത്ത് കലിമ 2 അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലുക. അവിടെ തന്ന ചിത്രം മനസ്സിലാക്കി നമുക്ക് 1 എന്ന നമ്പർ ഇടാം. 2 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക. 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. അടുത്തതാ 3 സക്കാത്ത് കൊടുക്കുക. 4 എന്താണ്? റമളാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. അപ്പൊ അതിന്റെ നേരെ നമ്പർ ഇടാം. 5 ഹജ്ജ് ചെയ്യുക. അങ്ങനെ ഓർഡർ കൊടുക്കാം. ഇനി അടുത്തത് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. അപ്പൊ അവിടെ വഅഷ്ഹദു 1 ഇടാം, അന്ന 2 ഇടാം, മുഹമ്മദൻ 3 ഇടാം, റസൂലുള്ളാഹ് 4 ഇടാം. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയോ യോജിപ്പിക്കാനാണ്. യോജിച്ചതിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. റമളാൻ മാസം എന്താണ്? നോമ്പ് നോൽക്കൽ. അതിലേക്ക് മാച്ച് ചെയ്യാം. ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. അടുത്തതാ 5 സമയം നിസ്കാരം. ഷഹാദത്ത് കലിമ 2 ആകുന്നു. അപ്പൊ ഇതൊക്കെ ഇതുപോലെ മാച്ച് ചെയ്യാനും വരും. പിന്നെ നമുക്ക് സൈഡിൽ ബോക്സിൽ തന്നിട്ടുണ്ടാവും, അതിന് യോജിച്ചത് എടുത്ത് എഴുതാനും വരും. അപ്പൊ അതൊക്കെ അങ്ങനെ മനസ്സിലാക്കാം. ഇനി പറഞ്ഞു പഠിക്കാനാണ്. എന്താണ്? 2 ഷഹാദത്ത് കലിമ അർത്ഥസഹിതം പറഞ്ഞു പഠിക്കണം. നമ്മൾ പറഞ്ഞില്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. അത് പറയാ. പിന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. 2 പറഞ്ഞു പഠിക്കുക, അർത്ഥസഹിതം ട്ടോ. ഇനി അവിടെ താഴെ നിറം കൊടുക്കാനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് വൃത്തിയില് അക്ഷരങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നിനും ഓരോ നിറങ്ങളൊക്കെ കൊടുത്തിട്ട് വ്യക്തമാക്കിയിട്ട് കൊടുക്കുക. വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ അതിന് 2നും അത് അവിടെ നമുക്ക് മനസ്സിലാവണില്ല എന്താണ് എഴുതിയത്. അപ്പൊ അത് നമ്മൾ എഴുതുന്ന രീതിയിൽ
കളർ നൽകിയാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ അവര് നിറം കൊടുക്കുക. അപ്പൊ എക്സാമിന് ഇതേപോലെ നിറം കൊടുക്കാനുണ്ടാവും. എക്സാമിന് പോകുമ്പോൾ കളർ പെൻസിൽ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ഒന്നാമത്തെ പാഠമായ ഇസ്ലാം കാര്യങ്ങളിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.